ഇന്നലെ എൻ്റെ ഒരു പേഷ്യൻ്റ് മിസ്റ്റർ അൻവർ മസ്കറ്റിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഡോക്ടറെ വാട്സപ്പിൽ ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കണേന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വാട്സപ്പ് തുറന്ന് നോക്കിയപ്പം ഒരു കിഡ്നി സ്റ്റോണിൻ്റെ ഫോട്ടോ, സൈഡിൽ ഒരു സ്കെയിലും ഒക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുകയാണ്. അപ്പോൾ അൻവർ എൻ്റെ ചികിത്സയിലാണ് കിഡ്നി സ്റ്റോണിന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ഫോട്ടോ അയക്കാറുണ്ട്. ചെറിയ ചെറിയ സ്റ്റോണുകൾ 3mm 4mm സ്റ്റോണുകൾ ഇങ്ങനെ വരാറുണ്ട്. ഇന്നലെ കണ്ട ആ ഒരു സ്റ്റോൺ ഏതാണ്ട് 14.5 മില്ലിമീറ്റർ സൈസുള്ള ഒരു ഫോട്ടോ ആണ് അയച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വലിയ സ്റ്റോൺ യൂറിനിൽ കൂടി വന്നു എന്നുള്ളത്. ആക്ച്വലി ഇതിന് മുമ്പുള്ള ഒരു സ്കാൻ പിക്ചർ നകത്ത് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ സ്റ്റോൺസ് ഉണ്ട്. അതിൽ ചെറിയ ചെറിയ സ്റ്റോണുകളൊക്കെ പോയി. പിന്നെ അവസാനം 2 സ്റ്റോൺ ഉണ്ടായിരുന്നു. അത് ഒന്ന് 14.1 മില്ലിമീറ്ററും വേറൊന്നൊരു 4mm സ്റ്റോണാണ്. റൈറ്റ് കിഡ്നിയിലും ലെഫ്റ്റ് കിഡ്നിയിലും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം 3-4 ദിവസം കൊണ്ട് കുറച്ച് വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മെഡിസിൻസ് റിപ്പീറ്റഡായിട്ട് 2-3 നേരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഈ സ്റ്റോണ് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. അതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നിട്ടും സംശയം മാറുന്നില്ല. ഇനിയും അദ്ദേഹത്തിന് സ്റ്റോൺ ഉണ്ടാകും, ഇനി മരുന്ന് കഴിക്കണോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിൻ്റെ പുറത്ത് ഇന്ന് അദ്ദേഹം വീണ്ടും പോയി ഈ മസ്കറ്റിലെ ഒരു ഹോസ്പിറ്റലിൽ പോയി വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുന്നു. അപ്പം ഒരു സ്റ്റോണും കാണുന്നില്ല. അവിടെയുള്ള റേഡിയോളജിസ്റ്റിനും അവിടെയുള്ള മറ്റ് ലാബിലെ സ്റ്റാഫുകൾക്കും ഒക്കെ അത്ഭുതം. കാരണം ഈ ഇത്രയും വലിയ സ്റ്റോൺ എങ്ങനെ പുറത്തു വന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വരുന്ന കുഴലെന്ന് പറയുന്നത് ഏതാണ്ട് 4mm സൈസ്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4mm ഉള്ളൂ. ഈ യുറേറ്റർ എന്ന് പറയുന്നത് കിഡ്നിയും യൂറിനറി ബ്ലാഡറും തമ്മിലുള്ള കണക്ഷൻ ഒരു ചെറിയ ട്യൂബാണ്. അതേതാണ്ട് 25 മുതൽ 30 സെൻറ്റിമീറ്റർ നീളമുള്ള ട്യൂബാണ്. അപ്പോൾ ഇത്രയും ദൂരം ഈ 14.1 mm സ്റ്റോണ് യാത്ര ചെയ്ത് യൂറിനറി ബ്ലാഡറിൽ വന്ന് അത് യുറേത്ര വഴി പുറത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഹോമിയോപ്പതിയുടെ ഒരു സാധ്യത. നമുക്ക് ഓപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടി പല രോഗികളെയും നമുക്ക് ഈ രീതിയിൽ മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒട്ടുമിക്കവാറും ഏതാണ്ട് ഒരു 90-95% കല്ലുകളും, അത് പ്രത്യേകിച്ചും 15 mm താഴെയുള്ള കല്ലുകളാണെങ്കിൽ തീർച്ചയായിട്ടും യൂറിനിൽ കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മരുന്ന് കഴിച്ച് അതല്ലെങ്കിൽ അത്രയും ഒബ്സ്ട്രക്ഷൻ വരുന്ന പാസേജുകൾ, എന്തെങ്കിലും വളവും തിരിവുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റോൺ പുറത്ത് വരാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും ഒരു 95% രോഗികൾക്കും ഹോമിയോപ്പതി മരുന്നുകൊണ്ട് തന്നെ ഈ സ്റ്റോൺ പുറത്ത് വരും എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസാണ് ഞാൻ ഈ കാണിക്കുന്നത്.